ഹലോ ഫ്രണ്ട്സ്, നമ്മളെ പഠിപ്പിച്ച ടീച്ചർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലാത്തതും അതിഭയങ്കരവുമായ കുറേ ഭാഷാ ശൈലിയും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളും ചിലപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും പോലുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടും കേട്ടിട്ടുമില്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ചും വളരെ വാചാലമായി സംസാരിക്കുന്നുണ്ടാവാം. പക്ഷേ നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള യാതൊരു നോളജുകളും നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വളരെ കൃത്യമായി പോകുന്ന ഒരു ടീച്ചർ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് യാതൊന്നും മനസ്സിലാവുന്നില്ല. ആ ടീച്ചർക്ക് ഈ പറഞ്ഞ പോലെ നല്ല നോളജ് ഉണ്ട്, പക്ഷേ വെറുതെ പറയുക എന്നുള്ളതല്ലാതെ ടീച്ച് ചെയ്യാനുള്ള സ്കില്ല് വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു ടീച്ചറിനെ നമുക്ക് ചിലപ്പോൾ പേടിയായിരിക്കും, അല്ലെങ്കിൽ ആ ടീച്ചർ ക്ലാസ്സിൽ വരുന്നത് പോലും നമുക്ക് ഇഷ്ടമല്ലായിരിക്കാം. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ നിർത്തി അല്ലെങ്കിൽ അതിനെ ഉദാഹരിച്ച് പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നമുക്ക് ആ ടീച്ചറിന് പറയുന്നത് എന്താണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാകും. ആ ടീച്ചറിൻ്റെ സ്കില്ലും ഈ ടീച്ചറിൻ്റെ സ്കില്ലും ഈ രണ്ട് ടീച്ചർമാരുടെയും സ്കില്ലുകൾ തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളൊരു ടീച്ചറിൻ്റെ സ്കില്ലിനെ കുറിച്ചാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഈ ടീച്ചർമാരുടെ സ്കില്ലുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ടീച്ചർ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലായാൽ മാത്രമേ ആ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ക്ലിയറായ ഔട്ട്പുട്ടിലേക്ക് എത്തുകയുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു ടീച്ചർ എപ്പോഴാണോ നമ്മളെ ക്ലിയറായിട്ട് പഠിപ്പിക്കുന്നത് ആ ടീച്ചറായിരിക്കും നമുക്ക് എപ്പോഴും ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കി തരുന്നത്. അല്ലാതെ കാര്യങ്ങൾ വളരെ വലുതാണെന്നും അതെല്ലാം പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും ഇതെല്ലാം നിങ്ങൾ കാണാതെ പഠിക്കാൻ പറയുന്ന ടീച്ചർമാരെ നമുക്ക് അംഗീകരിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാര്യം അവർ കാണാതെ പഠിച്ച് മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ടീച്ചർമാരോട് നമുക്ക് ചിലപ്പോൾ ഒരു ബഹുമാനം ഉണ്ടാകണമെന്നില്ല. കാര്യം ടീച്ചർ പഠിപ്പിക്കുന്നതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല എന്നത് തന്നെയാണ് ഈ ടീച്ചിങ് സ്കില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്.